വലിയ നോയമ്പ് കാലത്തെ പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നീ 3 തൂണുകൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ നോയമ്പിന്റെ 19ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രവാചക ശബ്ദത്തിന്റെ തീക്ഷ്ണതയെക്കുറിച്ച് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രവാചകന്മാർ പലപ്പോഴും ജനത്തിന് ഇഷ്ടമുള്ളതല്ല, പ്രത്യുത ദൈവം ആഗ്രഹിക്കുന്ന കഠിനമായ സത്യങ്ങളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ജീവിതത്തിലെ തെറ്റായ പ്രവണതകളെ തിരുത്താൻ ആവശ്യപ്പെടുന്ന സത്യത്തിന്റെ സ്വരം നാം കേൾക്കാതെ പോകരുത്. അനുതാപത്തിലേക്കുള്ള വഴി പലപ്പോഴും കഠിനമായ തിരിച്ചറിവുകളിലൂടെയാണ് കടന്നു പോകുക. ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ നാം മുഴുകുമ്പോൾ ദൈവഹിതം വിസ്മരിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പ്രവാചകന്മാർ നമ്മെ വീണ്ടും നീതിയുടെയും സത്യത്തിന്റെയും പാതയിലേക്ക് വിളിക്കുന്നു. ഹൃദയത്തിന്റെ കഠിനത വെടിഞ്ഞ് ദൈവത്തിന്റെ വചനത്തിന് ചെവിയൊടുക്കാൻ ഇന്നേ ദിവസം നമ്മെ ക്ഷണിക്കുകയാണ്. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആത്മീയമായ വിശുദ്ധിക്കായിരിക്കണം നാം പ്രാധാന്യം നൽകേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പൊള്ളയായ ആചാരങ്ങളെക്കാൾ ഹൃദയത്തിന്റെ പരിവർത്തനമാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഈ നോമ്പുകാലത്ത് നമ്മുടെ വഴികാട്ടിയായ നക്ഷത്രമായി, ഗൈഡിംഗ് സ്റ്റാറായി ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 13-ാം തിരുവചനം നിലകൊള്ളട്ടെ. നിങ്ങളുടെ വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വരുവീൻ. ഈ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പുറമേയുള്ള പ്രകടനങ്ങളല്ല, മറിച്ച് ആന്തരികമായ മാറ്റമാണ്. നമ്മുടെ കുറവുകളെ സത്യസന്ധമായി അംഗീകരിക്കുമ്പോഴാണ് ദൈവകൃപ നമ്മിലേക്ക് ഒഴുകുന്നത്. അവിടെ ഒരു ആത്മസമർപ്പണമുണ്ട്. പ്രവാചകന്റെ കഠിനമായ സത്യങ്ങൾ നമ്മെ തളർത്താനല്ല, മറിച്ച് പുതിയൊരു വ്യക്തിയായി, പുതിയൊരു മനുഷ്യനായി വളർത്താനാണ്. അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സത്യങ്ങൾ സ്വീകരിക്കുന്നത് ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ് എന്ന് തിരിച്ചറിയാം. ഉപവാസവും പ്രാർത്ഥനയും നമ്മെ ഈ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കുന്നു. ജീവിതത്തിലെ അന്ധകാരത്തെ അകറ്റാൻ വചനത്തിന്റെ വെളിച്ചം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധത അനിവാര്യമാണ്. ഈ 19ാം ദിനം നമ്മുടെ പാതകളെ നേരെയാക്കാനുള്ള വേറൊരു അവസരമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ലൗകിക മോഹങ്ങളെ വെടിഞ്ഞ് നിത്യമായ സത്യത്തിനായി നമുക്ക് ഒരുമിച്ച് ദാഹിക്കാം. പ്രവാചകന്റെ ശബ്ദം ഇന്നും സഭയിലൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്വരം തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.